മമ്മൂക്കാന്റെ കൂടെ അഭിനയിച്ചു എന്ന് പറയുമ്പോഴും ഇതിനിപ്പോൾ എന്തൊക്കെ വിവാദമാവുമെന്ന് എനിക്കറിയില്ല. ആ സിനിമ അത്ര എൻജോയ് ചെയ്തൊരു സിനിമയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമയുടെ ഭാഗങ്ങളൊന്നും വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഞാൻ ആ സിനിമ കാണാനും പോയി. എന്റെ വിഷമം എനിക്കറിയുള്ളൂ, ഞാൻ അനുഭവിച്ച സങ്കടം എനിക്കറിയുള്ളൂ. മഞ്ജു പത്രോസ് അഹങ്കാരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എന്നോട് മുഖത്തൂക്കി പറയില്ലല്ലോ, പറയുന്നുണ്ടാവുമായിരിക്കും. മോഹൻലാൽ അയ്യോ, അതൊന്നും എനിക്ക് അറിയില്ലടാ. ഒരു റിപ്ലൈ കൊണ്ട് മാന്യത കാണിക്കാൻ സാധിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്കൊരു 1/2 കിലോ ഇഷ്ടം കൂടുതലും മമ്മൂക്കാനുണ്ട്. അയ്യോ ചക്ര, ഈ അടി എനിക്ക് കൊണ്ടു. സിനിമയിൽ അഭിനയിക്കാൻ പോകണം. അപ്പോ തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്യാൻ അറിയുന്ന ഒരു വലിയ മനുഷ്യൻ. തീർച്ചയായിട്ടും ഇങ്ങനെ കുറേ നേരമൊക്കെ ഫോട്ടോയിലൊക്കെ നോക്കി വലുതാക്കിയും ചെറുതാക്കിയൊക്കെ നോക്കി. കോഴിക്കോടായിരുന്നു. അവ പറഞ്ഞ് സാരിയില്ല, നമുക്ക് ചെയ്യാം, നമ്മുടെ പേര് എഴുതിയ അരി നമുക്ക് തന്നെ കിട്ടും. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. തങ്കമ്മ ഇവളെ തീറ്റിപ്പോറ്റാനാണ് അതിലും വലിയ പാട്. ഇന്നിപ്പം മീൻ കൊടുത്ത് നാളെ മീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുച്ഛിച്ച് ഇങ്ങനെ മണത്തോക്കിട്ടൊന്നും പറഞ്ഞ ഒറ്റ നടപ്പാണ്. എന്റെ വേർപ്പാണ് വീട്. കരയല്ല, അതിന്റെയൊക്കെ ടൈം കഴിയും. കല്യാണം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഇപ്പൊ എന്നെ എല്ലാവരും കൂടി ഇടിക്കും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് പൈസ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, ഇവിടെ പൈസ ഇല്ലെങ്കിൽ ബന്ധുക്കാരുടെ ഇടയിൽ പോലും വില ഉണ്ടാവില്ല. അയ്യോ, എനിക്കൊരു ചമ്മലായി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം വീട്ടിലെ കുട്ടി എന്നൊരു ഫീല് തോന്നുന്ന ഒരാളുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൗമുദി ടിവിയുടെ സ്വന്തം ആളുകൂടെയാണ്. ഒരുപാട് പേഴ്സണലി എനിക്കിഷ്ടമുള്ള ഒരാളാണ്. കാരണം സ്വന്തം ഹാർഡ് വർക്കിങ്ങിലൂടെ ഇപ്പോൾ തൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ, തൻ്റേതായിട്ടുള്ള മേഖലയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചത് വെരി ടാലന്റഡ് മഞ്ജു പത്രോസ് ചേച്ചി. ഹലോ, വെൽക്കം ടു ദി ഷോ. ഞാനിങ്ങനെ ഇൻട്രോ പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞത്. കാരണം ചേച്ചിയുടെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് കുറേ സ്ട്രഗിളിൽ നിന്നല്ലേ ഇങ്ങനെ കടന്നു വന്ന ഒരാളാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറേ സംസാരിക്കാനുണ്ട്. അതിന് മുന്നേ എന്തൊക്കെയുണ്ട് വിശേഷം, അത് ചോദിക്കട്ടെ. നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. ഇത് ആരാണ്? കയ്യിലൊരു പുതിയ അതിഥി ഉണ്ടല്ലോ. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, തങ്കമ്മ. ഞാൻ ആദ്യമായിട്ടാണ് തങ്കമ്മ എന്നൊരു പേര് കേൾക്കണേട്ടോ. തങ്കമ്മ താലോ ആള് നോക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നോക്കൊക്കെ ചെയ്യും. അങ്ങനെ പ്രശ്നക്കാരി ഒന്നുമല്ല, എല്ലാവരായിട്ടും കൂട്ടാണ്. ഓക്കെ. അപ്പം ഇപ്പം തങ്കമ്മ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ അധികം പോസ്റ്റ് കണ്ടിട്ടില്ല ഞാൻ. തങ്കമ്മയുടെ ഉണ്ടോ? തങ്കമ്മയ്ക്ക് ഒരു പേജ് തന്നെയുണ്ട്. അത് ശരി, തങ്കമ്മ ദ ഷിറ്റ്സു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഷൂട്ടുമായിട്ട് തിരക്കല്ലേ, അങ്ങനെ അവളൊരു പബ്ലിക് ഫിഗർ ആകാനൊന്നും അങ്ങനെയൊന്നുമല്ല. എനിക്ക് മുന്നേറിപ്പിക്കാൻ ഒരു പെങ്കൊച്ച്. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെ ഇഷ്ടമാണോ എല്ലാവർക്കും? ഇല്ല, ആർക്കും ഇഷ്ടമല്ല. എനിക്ക് മാത്രം അമ്മച്ചി എല്ലാ ദിവസവും ഇടിയാ ഞാൻ വീട്ടിൽ. ചേച്ചി ഇടിയുടെ മെയിൻ കാരണം തങ്കമ്മയാണ് അല്ലേ? അല്ല, അപ്പൊ ആളാര് നോക്കുന്ന ചേച്ചി തന്നെ? ഞാനാ. പക്ഷെ മാസത്തിലൊരു 10 ദിവസമൊക്കെ അമ്മച്ചിന്ന് നോക്കേണ്ടി വരും. ഷൂട്ടും കാര്യങ്ങളൊക്കെ. അതായത് ഏഷ്യനെറ്റിലൊരു വർക്ക് പോകുന്നുണ്ട്. അത് ഏർലി മോർണിംഗ് തുടങ്ങി ഭയങ്കര ലേറ്റ് ആവും തീരാനായിട്ട്. അപ്പൊ അത്രയും സമയം അവളെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റും. എനിക്ക് വിഷമമാണ്. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അത് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അമ്മച്ചിനെ ഏൽപ്പിക്കും. പിന്നെ അമ്മച്ചിക്ക് ഉറക്കമില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയൊരു സമയമുണ്ട്, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിളിലൂടെ തുടങ്ങി ചുവട് വെച്ച് ഇങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്ത് ഇപ്പോൾ ഒരു നല്ലൊരു ഗ്രാഫിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ചേച്ചി ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? അല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ? എങ്ങനെയാണ്, എന്താണ്? നമ്മൾ സ്ട്രഗിൾ ചെയ്തു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നം കൊണ്ട് നമ്മളിവിടെ എത്തി എന്നൊക്കെ പറയുമ്പോഴേ അതിനകത്ത് എത്രത്തോളം സത്യമാണ്. പക്ഷെ അത് ഞാനൊരു സുപ്രഭാതത്തിൽ ഇന്ന് ഞാനങ്ങ് പ്രയത്നിച്ചേക്കാം, ഞാനങ്ങ് തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് സാധിക്കില്ല മോളെ. നമുക്ക് അവസരങ്ങൾ വരണം, എന്നാൽ മാത്രമേ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഇപ്പൊ നമ്മളുടെ ചുറ്റും ഒരുപാട് പേരുണ്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ അവസരം കിട്ടിയാലല്ലേ ഉള്ളൂ. അപ്പൊ എനിക്കിത് എല്ലാം ഒത്തു വന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കതൊക്കെ ഒരു കഥയായിട്ട് പറയാൻ പറ്റും. പക്ഷെ ആ കഥ എന്നെപ്പോലെ ഒരാളെ തൃപ്തിപ്പെടുത്തുമെന്ന് ഞാൻ അനുഭവിച്ച സ്ട്രഗിളിലൂടെ വരുന്ന ഒരാൾക്ക് തൃപ്തിയാവുമോ അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് മോട്ടിവേഷൻ ആവുമോ എന്നറിയില്ല. കാരണം
നമുക്കിപ്പോൾ അത് ഭയങ്കര ലാഘവത്വത്തോടു കൂടി പറയാൻ പറ്റും, ഞാൻ അന്ന് അങ്ങനെ ചെയ്ത്, എനിക്ക് അങ്ങനെ അതുണ്ടായിരുന്നില്ല ഇതുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇപ്പോൾ ഒരു കഥയായി പറയാൻ പറ്റും. പക്ഷെ അന്ന് ഞാൻ അനുഭവിച്ച വേദന അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ഇന്ന് ഞാനത് എത്ര പറഞ്ഞാലും അതിൻ്റെ ഒരു പെയിൻ വേറൊരാൾക്ക് മനസ്സിലാവണം എന്നില്ല. അതുകൊണ്ട് അത് അനുഭവിക്കുന്ന ആളുകൾ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കണം. എനിക്ക് തോന്നുന്നു ആ കടന്നു വന്ന സ്ട്രഗിളിൽ ഇപ്പൊ അവസരങ്ങൾ എന്ന് ചേച്ചി പറഞ്ഞല്ലോ, പക്ഷെ ഈ അവസരങ്ങളും ഒന്നും നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചേരില്ലല്ലോ. നമ്മള് മുട്ടേണ്ട വാതിലുകളിൽ അല്ലെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടായ ഒരു ഭാഗ്യം, ഞാൻ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉടനെ തന്നെ മറിമായം എന്ന് പറയുന്ന ലോകം മുഴുവൻ കാണുന്ന ഒരു സിറ്റ്കോമിന് ഭാഗമാവാൻ പറ്റി. അത് ഞാൻ അവസരം ചോദിച്ചു ചെന്നതോ ഒന്നുമല്ല. അന്ന് അവർക്കൊരു ലേഡി പെർഫോമർ ആവശ്യമായിരുന്നു, അപ്പോൾ അവരെന്നെ വെച്ചു. അതിനുശേഷം വന്നതെല്ലാം ആവശ്യമുള്ള കഥാപാത്രങ്ങൾക്ക് അതിന് പറ്റിയ ഒരാളെ കാണുന്നു, അവർ വിളിക്കുന്നു എന്നുള്ളതല്ലാതെ ഇപ്പം പൊതുവെ സിനിമയിൽ അവസരങ്ങൾ കുറവാണ്. പക്ഷെ ഞാനങ്ങനെ ചോദിക്കാറില്ല. എന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുമായിരിക്കും, അതല്ലാതെ വർക്കുകൾ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് മഞ്ജു പത്രോസ് അഹങ്കാരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇപ്പം എനിക്കറിയില്ല, എന്നോട് മുഖത്തൂക്കി പറയില്ലല്ലോ, പറയുന്നുണ്ടാവുമായിരിക്കും. പിന്നെ ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനെ അങ്ങ് പറയും. അത് പണ്ടും വിശന്നിരുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയും. തന്റേതായ നിലപാട് വ്യക്തമായിട്ടുണ്ട്. എനിക്കതല്ലാതെ ഇപ്പൊ ഞാൻ എൻ്റെ പപ്പയ്ക്കായിട്ട് മുട്ടനിടിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ, ഞാനും പപ്പയുടെ വീട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന ആൾക്കാർ ഞാനും പപ്പയാണ്. അപ്പൊ പണ്ട് മുതലേ അത് അങ്ങനെ എനിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പറയായിരിക്കും. പക്ഷെ അടുത്ത് നമ്മളോട് ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ പറയാമോ, ചേച്ചി പാവാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറയും. ഇത് ഞാൻ നോക്കി പറഞ്ഞാൽ അങ്ങനെ പറയാറുണ്ട്. ഇവിടെ വന്നൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചേച്ചി ഏതാണ്ട് വർഷങ്ങളോളം പരിചയമുള്ള ഒരാളോട് സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ വേഗം കൂട്ടാവും. പിന്നെ മോള് വന്നപ്പോ തന്നെ ഹായ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിച്ച് ഭയങ്കര പ്ലസന്റ് ആയിട്ടല്ലേ നിക്കണേ. അവിടെ ഇരി, നീ ഉറക്കം വരുന്നുണ്ട്. ഇവളെ തീറ്റിപ്പോറ്റാനാണ് അതിലും വലിയ പാട്. ഇന്നിപ്പം മീൻ കൊടുത്ത് നാളെ മീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുച്ഛിച്ച് ഇങ്ങനെ മണത്തോക്കിട്ട് പറഞ്ഞ ഒറ്റ നടപ്പാണ്. ഇന്ന് കൊടുത്തത് പിന്നെ കഴിക്കില്ല, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അത് കൊടുക്കാൻ പറ്റുള്ളൂ. റോയൽ കനൈൻ എന്ന് പറഞ്ഞിട്ട് നല്ല ബ്രാൻഡാ, അത് മണത്തിട്ട് തട്ടിക്കളഞ്ഞിട്ട് പോകും. ഇവക്ക് അങ്ങനെയൊക്കെയാണ് ഈ പെണ്ണ്. എന്ത് പാടാന്നറിയാം, ചിലപ്പോ കഴിക്കൊന്നുമില്ല. ഒരു കുഞ്ഞിനെ വളർത്താൻ ഇത്രയും ഇത്രയും പാടൊന്നും ഉണ്ടായിരുന്നില്ല. പാവം, അവനെ വഴക്കൊക്കെ പറഞ്ഞ അവൻ തിന്നും. ഇത് തുപ്പണ കാണണം. മോയില് ഞാൻ നമുക്ക് കുത്തി കയറ്റി വെച്ചിട്ട് ഇങ്ങനെ താടി ഇങ്ങനെ വെക്കും. അപ്പൊ ഈ 2 സൈഡിൽ കൂടി നാക്കും കൊണ്ട് തുഴഞ്ഞു തുപ്പിക്കളയും. പിന്നെ എനിക്ക് ആകെ 2 കൈയല്ലേ ഉള്ളൂ, ഇവിടെ പിടിച്ചിട്ട് എനിക്ക് വായിൽ വെക്കാൻ പറ്റില്ല. ഇവളുടെ വായ ഇങ്ങനെ ഇരിക്കുമല്ലേ. മനുഷ്യപ്പിള്ളേരാണെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ പിന്നെ പോകില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡിൽ തങ്കമ്മയുടെ തന്നെ കുറെ കഥകൾ പറയാനായിട്ടുണ്ടാവും. ആളായിട്ട് ഏറ്റവും കൂടുതൽ ചേച്ചി ഇപ്പം എനിക്ക് തോന്നുന്നു 6 മാസം അല്ലെ, 6 മാസം കഴിഞ്ഞു. ഈ ഒരു 6 മാസത്തെ സ്പാനിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു ഇൻസിഡന്റ് എന്തായിരുന്നു? ഇവള് ചിരിക്കണൊക്കെ കാണാൻ നമ്മൾ ഇങ്ങനെ വഴക്ക് പറയുമ്പോ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കും. ഇങ്ങനെയൊക്കെ നോക്കും. പിന്നെ ഏറ്റവും സന്തോഷം, ഞാൻ ചിലപ്പോൾ ഒരു 15-20 ദിവസം കൂടി ആയിരിക്കും ഇവളെ എടുക്കാൻ വേണ്ടിയിട്ട്. അളിയൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവളെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ഇവളകത്തായിരിക്കും. തങ്കമ്മോന്ന് വിളിക്കുമ്പോൾ അകത്ത് കിടന്നുള്ള ഇവളുടെ പെടക്കല് കാണാം. പിന്നെ വാതിലൊരു കുഞ്ഞ് എന്തോ പ്രാണി പോയി, വാതിലൊരു കുഞ്ഞ് വിടവുണ്ടെങ്കിൽ അതൊന്ന് ഒത്തിച്ച് പുറത്ത് വന്ന് എന്നെ അങ്ങോട്ട്, അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അത്രയും ഇന്നസെന്റ് ആയിട്ട് സ്നേഹിക്കുന്ന മനുഷ്യർക്കൊക്കെ പറ്റുമോന്ന് അറിയില്ല കേട്ടാ. എനിക്ക് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദേഷ്യമായിരുന്നു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, ഞാൻ തൊട്ടിട്ട് പോലുമില്ല. എനിക്കറിയില്ല, ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടാവായിരിക്കും. ഒരു കാര്യമില്ലാതെ ഒരു ദിവസം എനിക്ക് തോന്നി ഒരു പപ്പീനെ വേണമെന്ന് തോന്നി. എനിക്കൊന്നിനെ പപ്പയും അമ്മച്ചിയും മോനും ഇവിടെയാണ്, ഞാൻ ഒറ്റയ്ക്കല്ലേ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിരുന്നിരുന്നങ്ങ് ഭയങ്കര വിഷമമൊക്കെ തോന്നി തുടങ്ങിയപ്പോഴാണെന്നാ എന്താ പൊന്ന വിഷമമൊക്കെ തോന്നി തുടങ്ങിയപ്പോൾ എന്നാ ഒരു പപ്പീനെ മേടിക്കാം. അപ്പോഴും ഞാൻ ഓർത്ത് എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അല്ല ഞാനൊരു പെറ്റ് പാരന്റാ, അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ആ കഥ ചോദിച്ചത്. ചിലപ്പം സുമേഷ് ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ അവിടെ നോക്കിയിട്ടുണ്ടോ ഇതൊക്കെ എന്തിനാ ചോദിക്കേണ്ട ആവശ്യം ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ ഇല്ലേ, വളർത്താത്ത എല്ലാവരും ഒരെണ്ണത്തിന് മേടിച്ച് വളർത്തണം.
പിന്നെ നമുക്ക് മനുഷ്യനൊന്നും അല്ല ശരിക്കും ഉള്ളതെന്ന് സ്നേഹമുള്ളവര്, നന്ദിയുള്ളവര് അല്ലേ? ഒരു പോയിന്റില് മനുഷ്യന്മാര് പോലും അല്ലെ തിരിഞ്ഞ് ഇപ്പൊ വണ്ടിയിൽ ഒരു കാറിൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇവളെ വേറെ ആരുടെയെങ്കിലും മടിയിലിരുത്തിയാൽ ഇവള് പതുക്കെ നിറങ്ങി അവരുടെ മടിയിൽ നിന്ന് ഇറങ്ങി നൈസായിട്ട് നീങ്ങി 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 എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് ഞാനെടുത്ത് മടിയിൽ വെച്ചാൽ അവിടെ അത്രയും സ്നേഹമാണ്. അല്ല ചേച്ചി ഇന്ന് ബോറടിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ ചേച്ചി പറയുന്ന കഥ കേട്ടിരിക്കും. അല്ല, ചിലർക്ക് ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അപ്പൊ തങ്കമ്മയുടെ വിശേഷമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തങ്കമ്മയുടെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ചേച്ചി പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ഇടുന്നു പറഞ്ഞില്ലേ, ആ എക്സ്പ്രഷൻ കണ്ടപ്പോഴാണ് എനിക്കൊരു സിനിമയുടെ കാര്യം ഓർമ്മ വന്നത്. മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ ലാലേട്ടനായിട്ടുള്ള ആ ഒരു എന്ത് രസമായിട്ട് അതിലിട്ടേക്കുന്ന എക്സ്പ്രഷനൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട്. എങ്ങനെയാ സിനിമയുടെ ഭാഗമായത്, എങ്ങനെയാ അതിലേക്ക് എത്തിയത്? അതൊരു വലിയ കഥയായിരുന്നു. എന്നെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ജിബു ചേട്ടൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മഞ്ജുവാണ് ലാലേട്ടൻ്റെ പടത്തിൽ ഒരു പ്രധാനപ്പെട്ട ലാലേട്ടനെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്നത്. അപ്പോൾ ഞാനൊരു എന്നെ ആയിരിക്കുമോ ഇനി മഞ്ജു ചേച്ചിനെ ആയിരിക്കുമോ? ഞാൻ പറഞ്ഞു ഞാൻ മഞ്ജു പത്രോസാണ്. മഞ്ജു പത്രോസിനെ തന്നെയാണ് വിളിച്ചേ എന്ന് പറഞ്ഞു. ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കരിയറൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ ആ സമയത്ത്. അപ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ചിരിക്കണോ സന്തോഷിക്കണോ അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഇരുന്ന് അതിങ്ങനെ സ്വപ്നം കണ്ട് അതിലേക്ക് ഞാനിങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഷൂട്ട് തുടങ്ങാനൊരു 11 ദിവസം ഉള്ളപ്പോൾ ഒരു വലിയ ആക്സിഡൻറ്റ് പറ്റി എനിക്ക്. ആ സിനിമ കണ്ടാൽ അറിയാൻ പറ്റും. ആക്സിഡൻറ്റ് പറ്റി. ഞാനും സുഞ്ചനും കൂടെ വണ്ടിയിൽ നിന്ന് വീണ്. സുഞ്ചനും ഒന്നും പറ്റിയില്ല. എൻ്റെ മുഖത്തിൻ്റെ ഈ വശം മുഴുവനും അങ്ങ് പൊട്ടുകയല്ല, കീറിപ്പോയി. അപ്പം തന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും, കാരണം കണ്ണിൻ്റെ ഇവിടെയൊക്കെ കീറിപ്പോയി. അപ്പോൾ അഭിനയിക്കുന്ന ആളല്ലേ, അപ്പം മുഖം ചിലപ്പോൾ ഇങ്ങനെ ഈ വശം ചെറുതായി പോകും. അപ്പോൾ റിസ്ക് ആണ്, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മയൊക്കെ പോയി. എനിക്ക് എവിടേക്കോ ഭരണാച്ചെന്നൊക്കെയുള്ള. അപ്പം ഞാൻ സുനിച്ചിനോട് ചോദിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ആരും വരാനില്ലേ, നമുക്ക് ആരെങ്കിലും വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടുപോയി സർജറി ചെയ്ത്. പിന്നെ ഞാനോർത്ത് അയ്യോ ഇങ്ങനൊരു സിനിമ ഉണ്ടല്ലോ, പിന്നെ അത് ചെയ്യാൻ പറ്റില്ല എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ജിബു ചേട്ടനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റിച്ച് പോകും, 10 ദിവസത്തിനകമൊക്കെ നീരൊക്കെ ചെറുതായിട്ടുണ്ടാവും, ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും, അവരോട് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ജിബു ചേട്ടനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ജിബു ചേട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പോൾ വേറെ ആരെയും നോക്കുന്നില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഫോട്ടോസ് അയച്ചു തരാൻ പറയും. അപ്പോൾ എൻ്റെ ഇപ്പോഴും ഉണ്ട് ആ ഫോട്ടോ. എനിക്കത് കാണുമ്പോൾ വിഷമം വരും. അപ്പോൾ അതിങ്ങനെ ഭയങ്കര നീര് വെച്ച് നൂലൊക്കെ മുഖത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ നൂലൊക്കെ ആയിട്ടിരിക്കണേ. പിന്നെ നിറച്ചും കരിവാളിച്ച്, ഈ വശം മുഴുവൻ കരിവാളിച്ച് പോയി. അങ്ങനെ 8-9 ദിവസമായപ്പോഴും നീരൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജിബുചേട്ടാ കംപ്ലീറ്റ് സ്വെല്ലിംഗ് ഒന്നും മാറിയിട്ടില്ല, നിങ്ങൾ വേറെ ആളെയും വേണമെങ്കിൽ വെച്ചോ, കാരണം ഫുൾ സീനും ലാലേട്ടൻ്റെ കോമ്പിനേഷനിലാണ്, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മഞ്ജു ഫോട്ടോ അയക്കൂ എന്ന് പറഞ്ഞു. ഫോട്ടോ അയച്ചപ്പോൾ പറഞ്ഞു സാരിയില്ല വായോ നമുക്കൊരു മേക്കപ്പ് ടെസ്റ്റ് നടത്തി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അവിടെ പോയി മേക്കപ്പ് ടെസ്റ്റ് എല്ലാം നടത്തി. ജിബുചേട്ടൻ ഇങ്ങനെ കുറേ നേരമൊക്കെ ഫോട്ടോയിലൊക്കെ നോക്കി വലുതാക്കിയും ചെറുതാക്കിയൊക്കെ നോക്കി. കോഴിക്കോടായിരുന്നു. അപ്പോൾ പറഞ്ഞു സാരിയില്ല നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അതാ പറയണേ, നമ്മുടെ പേരെഴുതിയ അരി നമുക്ക് തന്നെ കിട്ടും, അത് വേറെ ഒരിടത്തോട്ടും പോവില്ല. ചിലർ പറയും ഇങ്ങനെ അസൂയ കുശുമ്പ് ഒരാൾ നന്നാവണമാണ്, ഒരു കാര്യമില്ല, അത് നമുക്ക് വിധിച്ചതല്ല. അതുകൊണ്ട് ആർക്ക് എന്ത് കിട്ടിയാലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് വരാനുള്ളത് നമ്മുടെ അടുത്തേക്ക് കറക്റ്റായിട്ട് വന്നിരിക്കും. അപ്പൊ വരാനുള്ളത് കൃത്യസമയത്തേക്ക് എത്തും എന്നാണ്. എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടൻ്റെ കൂടെ മലയാളത്തിൻ്റെ വെരി ലെജൻഡ് കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ്റെ കൂടെയുള്ള ആ എക്സ്പീരിയൻസ്? എൻ്റെ അമ്മേ, നമ്മളിങ്ങനെ ഭയങ്കര ഓറയുള്ള ഒരാളാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ, അതുപോലെ പ്രകാശം പരത്തുന്ന ഒരു മനുഷ്യൻ. നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കാനോ അങ്ങനെ ഒന്നും വരില്ല. ചിലരൊക്കെ ഇങ്ങനെ അത് ഇച്ചിരി കൂടി അങ്ങനെ ഞാനിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഒരു പരിധിവരെ അതൊക്കെ നല്ലതാണ്, ഒന്നും മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷെ ലാലേട്ടനെ പോലെ വലിയൊരാള് നമ്മൾ അദ്ദേഹം ഇപ്പോഴും പഠിക്കുവാണെന്നാണ് അദ്ദേഹം വിചാരിക്കണേന്ന് തോന്നുന്നു. അതായത് ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡല്ല, ഞാൻ ആരാണ് അവരെ തിരുത്താൻ എന്നുള്ള
അങ്ങനെ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൊടുക്കുന്ന ഒരു വ്യക്തി, തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്യാൻ അറിയുന്ന ഒരു വലിയ മനുഷ്യൻ അല്ലേ. അപ്പം ആ സിനിമയുടെ കഥ പറയുമ്പോൾ തന്നെ ലാലേട്ടന്റെ കൂടെ മാത്രമല്ല കുട്ടിയൊപ്പയിലെ രാജാവിലേക്ക് കൂടെ നമുക്ക് വരേണ്ടി വരും. എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്ന ഒരു ഭാഗ്യമാണ് അല്ലെ, നമ്മളുടെ ബിഗ് എം ആയിട്ടുള്ള രണ്ടുപേരുടെ കൂടെ അഭിനയിക്കും. അതും എനിക്കത് മമ്മൂക്കാന്റെ കൂടെ അഭിനയിച്ചു എന്ന് പറയുമ്പോഴും ഇതിനിപ്പോ എന്തൊക്കെ വിവാദമാവും എനിക്കറിയില്ല. എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാണ് കേട്ടോ. ഞാൻ നേരം വിളിക്കുമ്പോൾ വിചാരിക്കണേ ഇന്ന് മാക്സിമം കുറച്ച് നുണ പറയണം എന്നാണ്. അപ്പം അതുകൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ സത്യം പറയാം. ആ സിനിമ അത്ര എൻജോയ് ചെയ്തൊരു സിനിമയല്ല. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ആ സിനിമയിൽ എനിക്ക് അതിൻ്റെ കോസ്റ്റ്യൂമൊന്നും ഒട്ടും ഞാൻ ഓക്കെ ആയിരുന്നില്ല. കാരണം ഞാൻ വന്ന സമയമാണ് അതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് കാക്കനാട് ഒരു സ്ഥലത്ത് ആണ് ഞാൻ ചെല്ലുന്നത്. ഞാനും സുനിച്ചനും ഉണ്ട് ഇതേപോലെ. അപ്പോൾ അന്നൊന്നും കഥാപാത്രം എന്താണ്, അതിൻ്റെ ഡെപ്ത് എന്താണെന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് കോസ്റ്റ്യൂം എന്നാ ചോദിക്കണേ. അത് കാരണം അത്രയൊന്നും ധൈര്യമൊന്നും എനിക്ക് അന്നൊന്നും വന്നിട്ടില്ല. ഇന്ന് ചിലപ്പോൾ ഞാനത് ചെയ്തേക്കും. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അവരുടെ വസ്ത്രധാരണത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് അവരുടെ പെർഫോമൻസിനാണെന്നൊക്കെ ഇപ്പം എനിക്കറിയാം. പക്ഷെ അന്നതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു സെർവൻ്റാണ്, സാരി ആയിരിക്കും എന്ന് പറഞ്ഞു. കോട്ടൺ സാരി, നൈറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എനിക്ക് എന്തോരം അഭിനയിക്കാനുണ്ടെന്ന് അറിയണ്ട, ഒന്നും അറിയണ്ട, ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചെന്ന് ഞാനുണ്ട്, സേതുലക്ഷ്മി അമ്മയൊക്കെ ഉണ്ട്. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. മമ്മൂക്ക തമാശ പറയുന്നു, ഞങ്ങളൊക്കെ കുടുകൂടാ ചിരിക്കുന്നു. അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുമ്പോഴത്തേനും പറഞ്ഞു കോസ്റ്റ്യൂം മാറാൻ ചോദിച്ചെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം നോക്കുമ്പോൾ ഒരു ബ്ലൗസും മുണ്ടും എടുത്ത് വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ബ്ലൗസ് ഇങ്ങനെ ഇറങ്ങി ഭയങ്കര വൈഡ് നെക്ക്. എനിക്കിപ്പോഴത് ഭയങ്കര വിഷമം വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനിത് ഇടൂല, ഞാൻ വ്യക്തമായിട്ടും പറഞ്ഞതാണ് സാരി ആണെന്ന് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ നൈറ്റി ആയിരിക്കും എന്ന് പറഞ്ഞാണ്. ഇത്രയും ഇങ്ങനത്തെ ഞാൻ ഇടൂല. ഞാൻ ഇപ്പോഴും നോക്കിയാൽ അറിയാം അതിങ്ങനെ വലിച്ച് ഞാൻ കയറ്റി വെച്ചിട്ട് അതിൻ്റെ കപ്പൊക്കെ ഇവിടെ കയറിയിരിക്കുന്നത്. അങ്ങനെ വലിച്ച് മുറുക്കി എനിക്ക് കുനിയാൻ പേടിയാവുന്ന, അങ്ങനെ ഭയങ്കര പ്രയാസപ്പെട്ട് ചെയ്ത സീനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമയുടെ ഭാഗങ്ങളൊന്നും വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഞാൻ ആ സിനിമ കാണാനും പോയില്ല. ഞാൻ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു ആ സിനിമയുടെ കാര്യത്തിൽ. എനിക്ക് ഒട്ടും തൃപ്തി തരാതിരുന്ന ഒരു സമയമാണ്. പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യനോട് ഭയങ്കര ബഹുമാനമുണ്ട്. അതിപ്പോൾ മോഹൻലാലിനെ പറഞ്ഞുകൊണ്ട് മമ്മൂക്ക എന്നുള്ളതല്ല. എനിക്ക് ഇന്നും ലാലേട്ടൻ്റെ നമ്പർ അറിയില്ല, പക്ഷെ മമ്മൂക്കാൻ്റെ നമ്പർ അറിയാം. ഒരു സിനിമ കാണുമ്പോൾ മമ്മൂക്ക ഞാൻ ഇന്ന സിനിമ ചെയ്തു എന്ന് അപ്പം തന്നെ അതിൻ്റെ റിപ്ലൈ വരും. അത് ശരി. അത്ര അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്ക് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ്. ഒട്ടും എല്ലാവരും പറയും മമ്മൂക്ക ഭയങ്കര അഹങ്കാരിയാണ്, ജാടയാണ്, മമ്മൂട്ടിനെ പോലെ ജാടയാണോ എന്നൊക്കെ പണ്ടൊക്കെ എൻ്റെ ചെറുതിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ജാട തീരെയില്ല. ഞാനൊരു ദിവസം സാഗരം സാക്ഷി ഇരുന്ന് സിനിമ കാണുക. സാഗരം സാക്ഷി എന്ന് പറഞ്ഞ സിനിമയില്ലേ, എന്തൊരു ഭംഗിയാണ് അതിനകത്ത് ആ മനുഷ്യനെ കാണാൻ. അപ്പം ഇങ്ങനെ രാത്രി ഇരുന്ന് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മമ്മൂക്കയ്ക്ക് ഒരു മെസ്സേജ് അയച്ചേക്കാം. അപ്പം ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു, മമ്മൂക്ക സാഗരം സാക്ഷി കണ്ടു, അതുപോലെ ഒരു മമ്മൂക്കാനെ ഞങ്ങൾക്ക് ഇനി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് തിരിച്ചു വന്നു. അപ്പോൾ ഞാനൊട്ട് ഫ്രണ്ടാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്നെപ്പോലെ എവിടെയോ കിടക്കുന്ന ഒരു സാധാരണ നടിയോട് പോലും ഒരു റിപ്ലൈ കൊണ്ട് മാന്യത കാണിക്കാൻ സാധിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്കൊരു 1/2 കിലോ ഇഷ്ടം കൂടുതലും മമ്മൂക്കാനുണ്ട്. ഞാനിത് എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണ്ടെന്നറിയില്ല, അതെങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഈ ഉട്ടോപ്പിയിലെ രാജാവ് എന്ന് പറയുന്ന സിനിമ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ മനുഷ്യന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ വലിയ ഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നു ആ നടലിലേക്ക് ഒരു വഴി തുറന്നു തന്നത് ഒരുപക്ഷെ ഈ സിനിമ തന്നെ ആയിരിക്കും അല്ലേ? അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ പടത്തിനോടൊരു സ്നേഹം ആ പടത്തിനോട് ഇപ്പോഴും സ്നേഹമില്ല. പക്ഷെ കറക്റ്റ് കാര്യമല്ലേ പറയുന്നത്. നമുക്കിപ്പോ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്റെ വിഷമം എനിക്ക് അറിയുള്ളൂ, ഞാൻ അനുഭവിച്ച സങ്കടം എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അത് ആര് ക്രിട്ടിസൈസ് ചെയ്തിട്ടും കാര്യമില്ല. അതാണ് അപ്പൊ എന്നോട് പറഞ്ഞു നിനക്കത് ചെയ്യാതെ ഇറങ്ങി പോകുന്നൂടെ എന്ന് പറഞ്ഞു. ഞാൻ അതും ചിന്തിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്യുന്നില്ല, ഞാൻ പോകും. അപ്പൊ സേതുലക്ഷ്മി അമ്മ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്, എടി അത് വിഷമിക്കേണ്ട, അതൊരു സിനിമയല്ലേ, അങ്ങനെ കണ്ടാൽ മതി. ഞാനതല്ലേ പറഞ്ഞ അമ്മയ്ക്ക് പ്രായമായി, അമ്മേനെ എല്ലാം അങ്ങനെയല്ലേ കാണുള്ളൂ. അപ്പോൾ പറഞ്ഞു മഞ്ജു അങ്ങനെ ഇട്ടെറിഞ്ഞു പോയ കമലേഷ് സാറിൻ്റെ പടമാണ്, എന്തെങ്കിലുമൊക്കെ ഒരു
കേസ് അങ്ങനെയൊക്കെ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് പോകാൻ പറ്റില്ല മഞ്ജു, അഡ്വാൻസ് ചെയ്തതാണ്, അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും, പ്ലീസ് ഇതൊരു എങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്തത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ പടത്തിന്റെ പേര് നമ്മൾ അവിടെ വെച്ച് നിർത്തുകയാണ് ചിലപ്പോ നല്ലത്. ചാപ്റ്റർ ക്ലോസ്. ഓക്കെ, ശരി. പക്ഷെ എൻ്റെ ഒരു വലിയ ചോദ്യം, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ മമ്മൂക്കാന്റെ കൂടെ അഭിനയിച്ചു, മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചു, അതും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കരിയറിന്റെ തുടക്ക കാലഘട്ടത്തിലാണ് എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇത്രയും വലിയ റോളുകൾ, ഇത്രയും നല്ല റോളുകളിലേക്ക് ചേച്ചി എത്തപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഈ രണ്ടുപേരുടെ കൂടെ അഭിനയിച്ചപ്പോഴും ഉറപ്പാണ് മറ്റേ നമ്മുടെ വയറ്റിൽ മറ്റേ മഞ്ഞ് വീഴുന്ന, അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന ഒരു സുഖമായിരിക്കും അല്ലെ? അപ്പം അതിനേക്ക് അപ്പുറത്തേക്ക് ഈ രണ്ടുപേരെ ഒറ്റ വാക്കിലൊന്ന് ഡെഫിനിഷൻ ചെയ്യാൻ പറഞ്ഞ മോഹൻലാൽ, അയ്യോ അതൊന്നും എനിക്ക് അറിയില്ലടാ. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ലായിരിക്കും, എനിക്കറിയില്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ലാലേട്ടൻ എന്ന് പറയുന്ന ആള് എല്ലാവരെയും എന്നെ പോലെ തന്നെ ഒരു ഇൻഡിവിജ്വലാണ് അപ്പുറത്ത് നിൽക്കുന്നത്. എനിക്കറിയാവുന്ന പോലെ തന്നെ അവർക്കും അറിയാമായിരിക്കും. അവരുടെ സ്വാതന്ത്ര്യത്തിന് അവർ അഭിനയിക്കട്ടെ, അവരുടെ തൊഴിൽ അവർ ചെയ്യട്ടെ എന്ന് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് തരുന്ന ഒരാളാണ് ലാലേട്ടൻ. അതുപോലെ മമ്മൂക്കയാണെങ്കിൽ ഒരു കുട്ടികളുടെ പ്രകൃതി, മമ്മൂക്കാൻ്റെ എവിടെയോ മമ്മൂക്ക പെട്ടെന്ന് ചിരിക്കുന്നു, പെട്ടെന്ന് പിണങ്ങുന്നു, ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുവാണെങ്കിലും അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന, അങ്ങനെ വളരെ ഒരു വലിയേട്ടനുണ്ട്, ഒരു കുഞ്ഞുകുട്ടിയുള്ള സഹപ്രവർത്തകരെ സ്വന്തം ആളുകളെ പോലെ കാണാനൊക്കെ പറ്റുന്ന ഒരു വലിയ മനുഷ്യൻ. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചേച്ചിക്ക് കുറച്ചുകൂടെ അഭിമാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റും. കാരണം സ്വന്തം ഭയങ്കര ഈ വീടിന്റെ ഓരോ ഇഷ്ടികയിലും ഉണ്ട് എൻ്റെ വേർപ്പ്. അയ്യോ അത് ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആവും. ഇത് അങ്ങനെ ഇതിൻ്റെ ഓരോ മുക്കും മൂലയൊക്കെ കളറ്, ഇതിൻ്റെ ഓരോ ടൈല് ഒക്കെ ഞാനിങ്ങനെ നോക്കി 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 ഇത് എല്ലാം തികഞ്ഞൊരു വീടാണെന്നല്ല, പക്ഷെ എൻ്റെ ഊണിൽ ഒരു കാലഘട്ടത്തിൽ ഇഷ്ടികയ്ക്ക് ഇന്ന് എത്ര വിലയെന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് എന്നിട്ട് ഞാൻ പറയും അങ്ങനെയായിരുന്നു. മറ്റേ പ്ലൈവുഡ് എവിടെ വില കുറച്ചിട്ടാ അത് മറ്റേ അങ്ങോട്ട് പോകും അവിടെ കിട്ടും എന്നുള്ള, അങ്ങനെ എല്ലാത്തിനും ഞാനിങ്ങനെ ഓടി നടന്ന് എൻ്റെ വേർപ്പാണ് വീട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒരു പടി മൂല്യം വളരെയധികം കൂടുതലാണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് സ്വന്തമായ ഒരു വീട് അല്ലേ ഭയങ്കര വലിയൊരു കാര്യം. പിന്നെ സന്തോഷത്തിന്റെയാ. ഞാനൊരു വീഡിയോ ഇപ്പൊ ചേച്ചിനെ കാണിച്ചു കൊടുക്കാൻ പോവാണ്. എന്നാടാ ഇതൊക്കെ ഉണ്ട്. അയ്യോ ചക്രം, അയ്യോ ചക്രം. അന്ന് ഞാൻ അഭിനയിക്കണൊക്കെ ഉണ്ടല്ലേ. അയ്യോ ഈ അടി എനിക്ക് കൊണ്ടു. ഇപ്പൊ പാവല്ലേ ഞാൻ അന്ന് ഇങ്ങനെ ഇരിക്കണം. എന്താ പറയാനുള്ളേ? ഇത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്താ പറയണേ, അങ്ങനെ സിനിമ അതൊക്കെ വേറെ ഏതോ ലോകത്തെടുക്കുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ടീച്ചറുണ്ട്, ഡാൻസ് ടീച്ചർ, കല ടീച്ചർ, ശ്രീകല ടീച്ചർ. അപ്പൊ ടീച്ചറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളെ പിള്ളേര് സിനിമയിലൊക്കെ അഭിനയിക്കണം അങ്ങനെയൊക്കെ. മിന്നാരം എന്ന് പറയുന്ന സിനിമ വന്നില്ലേ, അന്നൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുവാ. അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ ഫോട്ടോ ടീച്ചർ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്, പിള്ളേരെ വേണമെന്നൊക്കെ അന്ന് പത്രത്തിലൊക്കെ കാണും അങ്ങനെ. അപ്പൊ പിന്നെ നീലഗിരിയോ അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വന്നില്ലേ മമ്മൂട്ടിയുടെയൊക്കെ. അപ്പൊ ഏതൊക്കെയോ പിള്ളേരുടെയൊക്കെ ഫോട്ടോ. ടീച്ചറിന് ഇതൊക്കെ തന്നെയായിരുന്നു അന്നൊക്കെ പണി. ടീച്ചറിന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളൊക്കെ സിനിമയിൽ. ഇതെന്താന്ന് വെച്ചാല് ഇത് ഞാൻ മുതിർന്നതിന് ശേഷം ഞങ്ങൾ തൊടുപുഴയിൽ നാദോപാസന എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടീച്ചർ ഡാൻസ് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ മുതിർന്ന കുട്ടികളുടെ ഡാൻസും വെച്ചിട്ടുണ്ടായിരുന്നു, ടീച്ചറിൻ്റെ സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ അന്ന് ഡാൻസ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് ഞങ്ങളുടെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് പുള്ളി അത് കലണ്ടറൊക്കെ ആക്കി. അപ്പോൾ അങ്ങനെ ആ ഫോട്ടോസിൽ ഒരെണ്ണാറ്റെ അഷ്റഫ് ഗുരുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രോളർ ഗുരുക്കൾ സാറ് കണ്ട് അങ്ങനെ അത് ലാലേട്ടനെയും ദിലീപേട്ടനെയും വെച്ച് ചെയ്യാനിരുന്ന പടം അത് മുടങ്ങി പൃഥ്വിരാജും നൂലുണ്ട അവർ രണ്ടുപേരിലേക്ക് എത്തി പുതുമുഖങ്ങൾ വെച്ച് ചെയ്യുന്ന സമയത്താണ്
ഇതേപോലെ ഈ ഫോട്ടോ കണ്ടിട്ട് വിളിക്കുന്നത്. അത് ഒരുപാട് കുട്ടികളെ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒട്ടുമുഖ്യ ആർട്ടിസ്റ്റുകളെല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. അങ്ങനെ കോഴിക്കോട് പോയിട്ട് അവിടെ വെച്ച് മറ്റേ നമ്മുടെ ലോഹിതാസ് സാറിനെ കാണുന്നു, കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ കോള് വന്നു, സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ പോണോ അമ്പോ. അങ്ങനെ പൊള്ളാച്ചിയിൽ വെച്ചായിരുന്നു അതിന്റെ കൂടുതലും തമിഴ്നാടൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ആ കരിയറിലോട്ടൊന്നും അങ്ങനെ അങ്ങനെ ഞാൻ അന്നൊന്നും അങ്ങനെ ഡാൻസ് കളിക്കണം. അല്ല ചേച്ചി ഇപ്പൊ ഒരിക്കൽ പോലും ഒരു അഭിനേത്രിയാണെന്ന് ചിന്തിച്ചിട്ടില്ല? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള അങ്ങനെയൊക്കെ നമ്മുടെ ഈ നാട്ടിലോട്ടൊന്നും അന്ന് ഉഷ എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നെ 4 മണിക്കോ ഇങ്ങനെ ദൂരദർശനിലൊക്കെ വരുന്ന സിനിമകൾ എല്ലാവരും കൂടി ഇരുന്ന് കാണുന്നു എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും സിനിമ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ലൈഫിലേക്ക് എവിടെയും വരുന്നെന്ന് നമുക്ക് അറിയാനേ പാടില്ല. അങ്ങനെ വിദൂരതയിൽ പോലും അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഇങ്ങനെ ഇത് വരുന്നു, അത് വന്നു, ഓക്കെ. പിന്നെ ഞാൻ എൻ്റെ പഠിത്തമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ആദ്യമായിട്ട് സ്ക്രീനിൽ കണ്ടപ്പോ എന്തായിരുന്നു ചേച്ചിക്ക് ഫീൽ ചെയ്തത്? അയ്യോ എനിക്കിത് ചമ്മലായി പോയി. അല്ല അതിപ്പോ ഈ സീൻ കാണിച്ചപ്പോ ചേച്ചിയുടെ മുഖത്തത് ഭയങ്കരമായിട്ട് അങ്ങനെയല്ല. അയ്യോ നമ്മളിപ്പോ നമ്മുടെ കല്യാണ കാസറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് നാണം വരൂലേ? അങ്ങനത്തെ എനിക്കറിയില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട്. ഇപ്പോഴത്തെ തലമുറ അടിപൊളിയായല്ലോ. പണ്ട് മറ്റേ കറങ്ങി വരുന്ന ഡിസൈൻ, വരുന്ന ഡിസൈൻ അല്ലേ, പാട്ടൊക്കെ വരുമ്പോ ഓടുന്നു, അതൊക്കെ അല്ലേ. ഏതോ സിനിമയിലേന്ന് മുതലാളി ഇനി ഒരു താഴത്തോട്ട് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞൊരു സീൻ ഉണ്ടല്ലോ, നമ്മുടെ ജയറാം മണവാളിനുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കുറെ നേരിട്ട്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഏതോ വഴിക്ക് പോയി, മുതലാളി അവരിനി താഴത്തോട്ട് നോക്കിക്കോട്ടെ. അതേപോലെ ആകാശത്തോട്ട് നോക്കി നിൽക്കല്, പറക്കല്, അതൊക്കെ. ഈ ഒന്നും അറിയാത്ത സമയത്ത് സ്ക്രീനിൽ വന്നു, അപ്പൊ ഒരു ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വെറുതെ എല്ലാ ഭാര്യയിൽ വന്നു, പിന്നെ കോമഡി ഇതുകളിലൊക്കെ വന്നിട്ട് പിന്നെ സിനിമയിലേക്ക് വന്നപ്പം സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു ഫീലിംഗ് എന്തായിരുന്നു? അന്നൊക്കെ പിന്നെ നമുക്ക് മനസ്സിലായി ജീവിക്കണമെങ്കിൽ പൈസ വേണം. അന്നൊന്നും എനിക്ക് എൻ്റെ അപ്പനില്ലേ എനിക്ക് വേണ്ടി അധ്വാനിക്കാൻ. എൻ്റെ അപ്പനുണ്ട്, എൻ്റെ ആവശ്യങ്ങളൊക്കെ എൻ്റെ അപ്പൻ നേടിത്തരും. പൈസക്കൊന്നും എനിക്കങ്ങനെ പൈസയൊന്നും വേണ്ടല്ലോ. എന്നെ കല്യാണം കഴിപ്പിക്കാൻ എൻ്റെ അപ്പൻ നോക്കി വെച്ചിട്ടുണ്ട്, പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെന്തിനാ അങ്ങനെ, അതായത് ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കുന്ന പോലെ സമ്പാദിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, അങ്ങനെയൊന്നും ചിന്താഗതി അന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾക്ക് വളരെ കുറവാണ്. ഞങ്ങൾക്ക് മുമ്പുള്ളതിനകത്ത് തീരെ ഉണ്ടാവില്ലായിരിക്കും. എൻ്റെയൊക്കെ തലമുറയിൽ വളരെ കുറച്ച് പേരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അഭിനയിക്കുക, അതെൻ്റെ ഒരു വരുമാനമാവുക എന്നുള്ളതൊന്നും എൻ്റെ ഡ്രീമിൽ എവിടെയും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര എന്നൊക്കെ തോന്നും. പക്ഷെ രണ്ടാമത് എൻട്രി വന്നപ്പോഴത്തേനും എനിക്ക് മനസ്സിലാവുന്ന ഞാൻ കുറച്ചും കൂടി നന്നാക്കണം, ഇനി ഇമ്പ്രൂവ് ചെയ്യണം, ഇനി ഹാർഡ് വർക്ക് ചെയ്യണം, ഇതായിരിക്കും എൻ്റെ പ്രൊഫഷൻ, ഇതിൽ നിന്ന് എനിക്ക് ഏർണിങ് കിട്ടുന്നുണ്ട്. അപ്പം അത് വളരെ സീരിയസ് ആയിട്ടിരുന്ന് കാണാൻ പറ്റും നമുക്ക്. അപ്പം ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പം ചേച്ചിക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയ ചേർത്ത് ചേച്ചി പ്രാക്ടിക്കലി ചേച്ചി ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി. സോ ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതലും കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്നവരാണ്. അതെ, അങ്ങനെയുള്ളവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. അങ്ങനെ ഞാൻ പെൺപിള്ളേരെ കാണുമ്പോഴൊക്കെ പറയും, പ്രത്യേകിച്ച് ടീനേജൊക്കെ എത്തിയാൽ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചോളാൻ വയ്യ, അങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ഞാനൊക്കെ ഇതേ കല്യാണം കഴിച്ചൊന്ന് പോയാ മതി എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, കല്യാണം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഇപ്പം എന്നെ എല്ലാവരും കൂടി ഇടിക്കും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് പൈസ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, പ്രത്യേകിച്ച് ആൺപിള്ളേര്, നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുക, ഒരാഴ്ച ജോലി ഇല്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ധൈര്യം വരുന്ന ആ ഒരു ബാങ്ക് ബാലൻസിൽ മാത്രമേ ഇനി ഒരാളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അതാണായാലും പെണ്ണായാലും. അല്ലാതെ ഒരു കാര്യമില്ലടാ. ലൈഫിൽ കുറെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാകും, സ്നേഹം അടുപ്പിൽ വെച്ച് പുഴുങ്ങിയിട്ട് പറ്റില്ല. പലചരക്കടയിൽ പൈസ തന്നെ കൊടുക്കണം. ചേട്ടാ എൻ്റെ അടുത്ത് കുറെ സ്നേഹം കൊണ്ട് തരട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെത്തിട്ട് പൊക്കോളാനേ പറയുള്ളൂ. ഒന്നും സംഭവിക്കില്ല. കുഞ്ഞിന് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, ഇതിനൊക്കെ പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം. ഇവിടെ പൈസ ഇല്ലെങ്കിൽ ബന്ധുക്കാരുടെ ഇടയിൽ പോലും വില ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഏത് വഴിക്കും പൈസ ഉണ്ടാക്കാന്നുള്ളതല്ല,
നല്ലോണം അധ്വാനിച്ച് ഇപ്പോഴൊക്കെ നമുക്ക് പറക്കാൻ പറ്റുന്ന സമയമാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സമയങ്ങളാണ്. എങ്ങനെയായാലും എനിക്ക് നമ്മളിങ്ങനെ സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ പെൺപിള്ളേരൊക്കെ കാണുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നും. എന്ത് മിടുക്കികളാന്ന് തോന്നുന്നു. അത്രയൊക്കെ ബോധം എനിക്കുണ്ടായിരുന്നു. ഞാൻ എവിടെ നിന്നേന്നൊക്കെ. അല്ല ഇപ്പോഴും ഒരു കറക്റ്റ് ഒരു പോയിന്റിൽ എത്തി നിന്നിട്ടുണ്ടല്ലോ. അത് എന്റെ പുണ്യം കൊണ്ടൊന്നുമല്ലേ, ആരോ ചെയ്ത ഭാഗ്യം കൊണ്ട് ഇവിടെ വന്നതാ. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന അനുഭവം പറയാൻ ഞാൻ ഉണ്ടാവോ? ഇല്ല, അത് ശരിയല്ല. ആരും അറിയാതെ പോയേനെ ഒരു പക്ഷെ അല്ലേ. അപ്പം അറിയാതെ പോയേനെ എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ ലൈഫിലേ ഉണ്ടാവില്ലായിരിക്കും. അത്ര സ്ട്രഗിൾ ചെയ്തിട്ട് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അതെ അതെ, ഞാൻ വെറുതെ ഇനി അതൊന്നും പറയണ്ട, പഴയ കഥകളാ. കരയിപ്പിക്കല്ലേടാ. മുത്തേ. അല്ല ചേച്ചി, അപ്പം ആർട്ടിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ മഞ്ജുപത്ര സാരായിരുന്നേനെ? ഞാൻ ടീച്ചറൊക്കെ, ഞാൻ BEd കഴിഞ്ഞതാ. അപ്പൊ സ്കൂളിലൊക്കെ ആയിരിക്കും, പക്ഷെ അതും ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതെ, അത് ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോ ഈ ഒരു ജീവിതത്തിൽ അറിയാനേ പാടില്ല മഞ്ജുപത്രോസ് എവിടെ ഉണ്ടായത്. ചിലപ്പോ ഏതെങ്കിലും മണ്ണിന്റെ അടിയിൽ കിടക്കുന്നുണ്ടായിരുന്നില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോ ഇത്രയും ഒരുപാട് പേര് അറിയുന്ന ഒരു കലാകാരി ആയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്, ഏറ്റവും അധികം ഭാഗ്യമാണ്.